സിറിയയിൽ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിപ്പിച്ച ഇസ്ലാമിക സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമാണിപ്പോൾ ലോക നേതാക്കളുടെ ചർച്ചാ വിഷയം. സിറിയൻ നഗരമായ ഡമാസ്കസ് പിടിച്ചെടുത്തതിനു ശേഷം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്ന് HTS പ്രഖ്യാപിച്ചിരുന്നു. ISISന്റെ അന്തരിച്ച നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദിയുടെ മുൻ സഹായിയായിരുന്ന HTS നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനിയിലാണ് ഇപ്പോൾ ലോകശ്രദ്ധ. മുൻപ് നുസ്ര ഫ്രണ്ട് എന്നറിയപ്പെട്ടിരുന്നതും ഒരിക്കൽ അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്നതുമായ HTS നവംബർ 27 മുതലാണ് സിറിയയിൽ അതിവേഗത്തിലുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഡമാസ്കസ് ആക്രമിക്കുന്നതിന് മുൻപ് വിമതർ സിറിയയിലെ അലപ്പോയും ഹമയും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തു. സമാധാനപരമായ അധികാര കൈമാറ്റം ചർച്ച ചെയ്ത ശേഷം അസദ് രാജ്യം വിട്ടുവെന്ന ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അബൂ മുഹമ്മദ് അൽ ഗോലാനി എന്നും അറിയപ്പെടുന്ന ജുലാനിയുടെ തലയ്ക്ക് $10 മില്യൺ വിലയിട്ടിരിക്കുന്നത്. ജുലാനിയുടെ ഉദയം ബാഗ്ദാദിയുടെ കീഴിലാണ്. സിറിയയിൽ അൽ ഖ്വയ്ദയ്ക്ക് ഒരു മുന്നണി സ്ഥാപിക്കാൻ ബാഗ്ദാദി നിർദ്ദേശം നൽകിയിരുന്നു. ഇറാഖിലെ അൽ ഖ്വയ്ദയിൽ നിന്നുള്ള അംഗങ്ങളെയും ആയുധങ്ങളും ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി നുസ്ര ഫ്രണ്ട് 2012 രൂപീകൃതമായി. അസദിനെ അട്ടിമറിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സംഘടന രൂപീകരിച്ചത്. കാലക്രമേണ ജുലാനിയുടെ സംഘടന രൂപീകരിക്കപ്പെട്ടു. നുസ്ര ഫ്രണ്ടിൽ നിന്ന് ജബത്ത് ഫത്തേഹ് അൽ-ഷാമിലേക്കും 2017 ഹയാത്ത് തഹ്രീർ അൽ-ഷാമിലേക്കും സംഘടന പുനർനാമകരണം ചെയ്യപ്പെട്ടു. COVID-19, യുക്രൈൻ യുദ്ധം, ഇഡ്ലിബിലെ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കാരണങ്ങളാൽ 5 വർഷം HTSന്റെ പ്രവർത്തനം അത്ര സജീവമല്ലായിരുന്നു. ഇതിനുശേഷം HTS തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി. ലബനനിലെ മാധ്യമ സ്ഥാപനമായ അൽ-മനാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ സിറിയയിൽ പ്രവർത്തനങ്ങളിൽ വേരുറപ്പിച്ചത്. HTSന്റെ പുനരുജ്ജീവനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അസദിന്റെ പതനം ISയുമായും അൽ ഖ്വയ്ദയുമായും ബന്ധമുള്ള ഗ്രൂപ്പുകളെ ശാക്തീകരിക്കുമെന്ന് ചില വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയാണ് HTS. അസദിന്റെ ഭരണത്തെ അട്ടിമറിക്കുകയും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു കൗൺസിലൂടെ സർക്കാർ രൂപീകരിക്കുകയുമാണ് ഈ വിപ്ലവത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. CNN നൽകിയ ഒരു അഭിമുഖത്തിലാണ് ജുലാനി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ആരാണ് അബൂ മുഹമ്മദ് അൽ ജുലാനി? 1982 സൗദി അറേബ്യയിൽ ജനിച്ച ജുലാനി ബാല്യകാലം ചെലവഴിച്ചത് റിയാദിലാണ്. ജുലാനിയുടെ പിതാവ് അവിടെ പെട്രോളിയം എഞ്ചിനീയർ ആയിരുന്നു. 1989 ജുലാനി സിറിയയിലേക്ക് മടങ്ങി. അയാളുടെ കുടുംബം ഡമാസ്കസിന് സമീപമാണ് താമസിച്ചിരുന്നത്. ഇറാഖിൽ വെച്ച് 2003 ജുലാനി അൽ ഖ്വയ്ദയിൽ ചേർന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഭീകരവാദത്തിനെതിരായി US മിഡിൽ ഈസ്റ്റിൽ അധിനിവേശം നടത്തിയിരുന്നു. 2006 US സേന ജുലാനിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 5 വർഷത്തോളം US തടങ്കിലായിരുന്നു അയാൾ. 2011 അൽ ഖ്വയ്ദയുമായി നേരിട്ട് ബന്ധമുള്ള സംഘടന എന്ന നിലയിൽ ജബ്രാത്ത് അൽ നുസ്ര എന്ന പേരിൽ ജുലാനി HTS സ്ഥാപിച്ചു. അൽ ഖ്വയ്ദയിലായിരിക്കുമ്പോൾ ജുലാനി ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇൻ ഇറാഖ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദിക്കൊപ്പം പ്രവർത്തിച്ചു. 2022 US സേന സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ ബഗ്ദാദി കൊല്ലപ്പെട്ടു. ബഗ്ദാദിയുമായുള്ള ബന്ധം വേർപെടുത്തുമെന്ന് 2013 ജുലാനി പ്രഖ്യാപിച്ചിരുന്നു. 2013 നുസ്ര ഫ്രണ്ടിനെ ഏകപക്ഷീയമായി കീഴടക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ശ്രമിച്ചിരുന്നു. ഇതിനുശേഷം ബഗ്ദാദിക്കെതിരെ രക്തരൂക്ഷിതമായ യുദ്ധം ജുലാനിയുടെ നേതൃത്വത്തിൽ നടത്തി. ഇറാഖിൽ നിന്ന് 6 പേരുമായാണ് ജുലാനി തന്റെ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അംഗസംഖ്യ 5000-ലധികമായി ഉയർന്നു. ബഗ്ദാദി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് തകർന്നു. ഇതിനുശേഷം 2022 വടക്കുപടിഞ്ഞാറൻ സിറിയൻ പ്രവിശ്യയായ ഇഡ്ലിബിൽ HTS പ്രവർത്തനം വ്യാപിപ്പിച്ചു. സാൽവേഷൻ ഗവൺമെന്റ് എന്ന പേരിൽ ഒരു സിവിലിയൻ ഭരണകൂടത്തിന് ജുലാനി രൂപം നൽകി. സിറിയൻ വിമതസേന ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ സിറിയയിലെ വിശ്വസനീയമായ ഭരണകൂടമായും ആഗോള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സാധ്യമായ പങ്കാളിയായും HTSനെ ബ്രാൻഡ് ചെയ്യാനാണ് ജുലാനി ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് മിഡിൽ ഈസ്റ്റിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.